Audio Jungle. Audio Jungle. ഹലോ, ടെൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കാം. അതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഐറ്റംസ് നോക്കിയാലോ. കായ എടുത്തിട്ടുണ്ട്, ചേന, ക്യാരറ്റ്, ബീൻസ്, അമരപ്പയർ, കൊത്തമര എന്നാണ് കേട്ടോ ഞങ്ങളിവിടെ പറയുന്നത്. പിന്നെ പടവലങ്ങ എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക, മുരിങ്ങക്കായ. ഇത്ര ഐറ്റംസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കഷ്ണങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇത്രയും ഐറ്റംസാണ് മെയിനായിട്ടും ചേർക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കഷ്ണങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ അവിയൽ വേവിക്കാനായിട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ ഒഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കായ പെട്ടെന്ന് വെന്ത് പോകുന്നതുകൊണ്ട് ബാക്കി കഷ്ണങ്ങൾ പകുതി വേവാകുമ്പോൾ മാത്രം മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി, അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ കഷ്ണങ്ങൾ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുത്തി ഇളക്കരുത് അവിയൽ. ഇളക്കി കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ഒടിഞ്ഞ് നുറുങ്ങി കുഴഞ്ഞു പോകും. അപ്പോൾ അതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ചേർക്കാതെയാണ് വേവിക്കുന്നത്, അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. കത്ത് പിടിക്കരുത്. കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴേക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർ പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്, വാളംപുളി. ഞാൻ തൈരാണ് ചേർക്കുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ ചിലർ ജീരകത്തിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ ചേർക്കാറുണ്ട്. ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് അരയ്ക്കുമ്പോൾ ചിലർ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് കേട്ടോ അരപ്പ് തയ്യാറാക്കിയത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതിയെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ചട്ടകം കൊണ്ട് കോരിയെടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അരപ്പ് എല്ലായിടത്തേക്കും പിടിച്ചോളും. തേങ്ങ ചേർത്ത് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പല രീതിയിലായിരിക്കും അവിയലൊക്കെ തയ്യാറാക്കുന്നത്. ഞാൻ തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സദ്യ സ്റ്റൈൽ അവിയലിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ചായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഓണത്തിൻ്റെ ആദ്യ വീഡിയോയാണത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സദ്യ വിഭവങ്ങളുടെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ വേറെയും കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.